2011, 2013, 2014, 2017 മുൻവർഷ LDC ചോദ്യപേപ്പറുകളിലെ ഭരണഘടന എന്ന ഭാഗത്തു നിന്നും ചോദിച്ച ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ. 10ാം ഷെഡ്യൂൾ. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ. തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. ആർട്ടിക്കിൾ 17 അല്ലെങ്കിൽ 17ാം വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓസ്ട്രേലിയ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിളിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ്? ആമുഖം. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാം വകുപ്പാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 324ാം വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ ഏത് രാജ്യത്തു നിന്നും സ്വീകരിച്ചതാണ്? അയർലൻഡ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത്? ബാലവേല. പട്ടികജാതിക്കാർക്കായി ഇന്ത്യൻ പാർലമെന്റിൽ എത്ര സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? 79. താഴെ പറയുന്നവയിൽ മൗലിക അവകാശം അല്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി സ്വത്തവകാശം, സി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഓപ്ഷൻ ഡി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇവയിൽ ഏതാണ് മൗലിക അവകാശം അല്ലാത്തത് എന്നാണ് ചോദ്യം. ഉത്തരം സ്വത്തവകാശം. താഴെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നവയിൽ സ്വത്തവകാശം മാത്രമാണ് മൗലിക അവകാശം അല്ലാത്തത്. സമത്വത്തിനുള്ള അവകാശവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും മൗലികമായ അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിന് ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു? അമേരിക്ക. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? 42ാം ഭേദഗതി. സുപ്രീം കോടതിയുടെ ഒരു വിധി പുനഃപരിശോധിക്കുവാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത്? സുപ്രീം കോടതി. 1ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ. കൃഷി, ജലസേചനം. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? ഓപ്ഷൻസ് എ വോട്ടവകാശം, ഓപ്ഷൻ ബി സ്വത്തവകാശം, ഓപ്ഷൻ സി സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ ഡി ജീവിക്കുവാനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ ഡി ജീവിക്കുവാനുള്ള അവകാശം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം ഉറപ്പുവരുത്തുന്ന നിയമം ഏത്? ഗാർഹിക പീഡന സംരക്ഷണ നിയമം. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ ഏതാണ്? പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം? 5 റിട്ടുകളാണ് ഉള്ളത്. ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം ഏത്? 1951. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി.
എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമായിരിക്കുന്നത്? 10ാം പഞ്ചവത്സര പദ്ധതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും? ഓപ്ഷൻസ്: ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി, ഓപ്ഷൻ സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി, ഓപ്ഷൻ ഡി ഗവർണർ. ഇവരിൽ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാവുക? ഉത്തരം ഓപ്ഷൻ സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് പിന്നീട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകുന്നത്. വിവരാവകാശവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അപേക്ഷാ ഫീസ് 10 രൂപയാണ്, ഓപ്ഷൻ ബി അപേക്ഷ സമർപ്പിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കും, ഓപ്ഷൻ സി ഈ നിയമം നിലവിൽ വന്നത് 2005-ലാണ്, ഓപ്ഷൻ ഡി രാജ്യത്തെ പൊതു താൽപ്പര്യത്തിന് ഹാനികരമാകുന്ന നിയമങ്ങൾ ഒഴികെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിവരം ലഭിക്കും. ഉത്തരം ഓപ്ഷൻ ബി അപേക്ഷ സമർപ്പിച്ചാൽ 15 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കും. ഇതാണ് വിവരാവകാശവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്? ആർട്ടിക്കിൾ 29. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയ വർഷം? 2005. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത്? 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകൾ. ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC രൂപീകരിക്കപ്പെട്ടത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി? 73-ാം ഭേദഗതി. ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? 1993. സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയിലെ ജഡ്ജിമാരുടെ നിയമവ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വ്യവസ്ഥ പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ? 2-ാം ഷെഡ്യൂൾ. അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മാൻഡമസ്, ഓപ്ഷൻ ബി പ്രൊഹിബിഷൻ, ഓപ്ഷൻ സി ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഉത്തരം ഇതൊന്നുമല്ല. ഭരണഘടനയുടെ 330 മുതൽ 342 വരെ വകുപ്പുകൾ പ്രതിപാദിക്കുന്ന വിഷയം? ഉത്തരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ച്. ഖരീബി ഹഠാവോ എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച പഞ്ചവത്സര പദ്ധതി? 5-ാം പദ്ധതി. ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് തൽസ്ഥാനം രാജിവെക്കണം എന്ന് തീരുമാനിച്ചാൽ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം ഇന്ത്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റ്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം? 2001. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു? നിർദ്ദേശക തത്വങ്ങൾ. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ? രംഗനാഥ മിശ്ര. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? 4. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി? 9-ാം പഞ്ചവത്സര പദ്ധതി.
2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിന് പേര് എന്ത്? നീതി ആയോഗ്. 2012 ആരംഭിച്ച് 2017 അവസാനിക്കുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ത് അല്ലെങ്കിൽ ഏത്? സുസ്ഥിര വികസനം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേര് നീതി ആയോഗ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? ഭരണഘടനാ ദിനം. ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകുന്നത് ആർക്ക്? ഡെപ്യൂട്ടി സ്പീക്കർ. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനം ജനഹിത പരിശോധന. പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവും ആയി ബന്ധപ്പെട്ട കമ്മിറ്റി മൽഹോത്ര കമ്മിറ്റി. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം മണിപ്പൂർ. ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 330 അനുച്ഛേദം. ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഗ്രാമസഭ. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 1961. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം 2005. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി. ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ത്രിതല പഞ്ചായത്തിൽ പെടാത്തത്? ഓപ്ഷൻ എ ഗ്രാമം, ഓപ്ഷൻ ബി ജില്ല, ഓപ്ഷൻ സി ബ്ലോക്ക്, ഓപ്ഷൻ ഡി താലൂക്ക്. ഉത്തരം താലൂക്ക്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? വിവരാവകാശ നിയമം. ഇന്ദിരാ ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ദാരിദ്ര്യം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? 35. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം 1947. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 9ാം പഞ്ചവത്സര പദ്ധതി. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ വാർത്താവിനിമയം, ബി വിദ്യുത് ശക്തി, സി ക്രമസമാധാനം, ഡി ജനസംഖ്യാ നിയന്ത്രണം. ഉത്തരം ഓപ്ഷൻ എ വാർത്താവിനിമയം. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്? 42ാം ഭേദഗതി. അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം 1964. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണത്തലവന്മാർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ലഫ്റ്റനന്റ് ഗവർണർ. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി 3ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. വിവരാവകാശ നിയമം അനുസരിച്ച് വിവരത്തിന് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് എത്ര ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരം നൽകണം? ഉത്തരം 30 ദിവസം.
ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭരണവിഷയം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭരണവിഷയം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വിദ്യാഭ്യാസം, ഓപ്ഷൻ ബി രാജ്യരക്ഷ, ഓപ്ഷൻ സി വിദേശകാര്യം, ഓപ്ഷൻ ഡി കൃഷി. ഉത്തരം ഓപ്ഷൻ എ വിദ്യാഭ്യാസം. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ ഉപയോഗിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 21A. ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ രൂപം കൊടുത്ത പദ്ധതി ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ലക്ഷ്യമിടുന്നത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തൽ. നമ്മുടെ രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് എന്ത്? നിർദ്ദേശക തത്വം. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആര്? സുപ്രീം കോടതി. ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണം ഏത് പേരിൽ അറിയപ്പെടുന്നു? മാൻഡമസ് റിട്ട്. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ മുഖ്യമന്ത്രി. പുതിയ വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണ് ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ എ എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം, ഓപ്ഷൻ ബി 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, ഓപ്ഷൻ സി പ്രൈമറി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം, ഓപ്ഷൻ ഡി സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വിദ്യാഭ്യാസം. ഉത്തരം ഓപ്ഷൻ ബി 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം.